നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ആധാർ കാർഡിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ സർക്കാരിന് ലഭിക്കുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കറിയാം, സർക്കാരിൽ നിന്നും ഏത് സേവനങ്ങൾക്കും ഇപ്പോൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക 99% ആളുകൾക്കും ആധാർ കാർഡ് ഉള്ളതാണ്. എന്നാൽ നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അതൊരു ആധികാരിക രേഖയില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ നമ്പർ. ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ശതമാനം ആളുകൾ ഇപ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. മസ്റ്ററിംഗ് ചെയ്യൽ, അതുപോലെ തന്നെ മറ്റ് സർക്കാരിനുള്ള സേവനങ്ങൾ, മറ്റ് ലോൺ അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള OTP എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയില്ല. അതിന് പകരം നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നതോട് കൂടി തന്നെ ഏത് നമ്പറാണ് ആധാർ ലിങ്ക് ചെയ്തത് ആ നമ്പറിലേക്ക് OTP വരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, പ്രായമുള്ള ആളുകളെല്ലാം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥിരമായി ഒരു നമ്പർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒരാൾ സ്ഥിരമായി നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്പർ തന്നെ ഉപയോഗിക്കുക. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊരു നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുകയും പിന്നീട് നമ്മൾ ആ നമ്പർ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ 6 മാസങ്ങൾക്കപ്പുറം ആ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നീട് നമ്മുടെ OTP അടക്കമുള്ള കാര്യങ്ങൾ ആ നമ്പറിലേക്കായിരിക്കും പോകുക. നമ്മുടെ ബാങ്കിലുള്ള പണമിടപാടുകൾക്ക് വരെ ആ നമ്പറിൽ OTP വെച്ച് നടത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മൊബൈൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ മെയിൽ ID അതിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ മൊബൈലിലേക്ക് OTP വരുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൽ IDയിലേക്കും OTP വരുന്നതാണ്. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ മെയിൽ ID കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രവാസികളായ ആളുകൾക്കെല്ലാം അത് വളരെ ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ മെയിൽ ID ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നമുക്ക് OTP വരുന്നില്ലെങ്കിൽ നമ്മുടെ മെയിൽ ID നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് ഉപയോഗിച്ച് മെയിൽ ID അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ IDയിലേക്ക് അതിൻ്റെ വാർണിംഗ് വരികയും നമുക്കത് നിർത്തലാക്കാനും സാധിക്കും. നമ്മൾ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് ഒരു ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും. ഈ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് 5 വയസ്സ് എന്നാണോ ആകുന്നത് അതിനുശേഷം ഈ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് ശേഷം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 10 വർഷമായി നമ്മൾ ഉപയോഗിക്കുന്ന ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആധാർ കാർഡ് ആക്റ്റീവ് മോഡിലേക്ക് മാറുകയുള്ളൂ. പല കാര്യങ്ങളും ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് OTP ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഫിംഗർ ലഭിക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ മസ്റ്ററിംഗ് പോകുന്ന സമയത്ത് നമ്മുടെ വിരൽ പതിയുന്നില്ല, റേഷൻ കടയിൽ പോകുമ്പോൾ വിരൽ പതിയുന്നില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിനെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ ആധാർ സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.